സൂംബ വിവാദത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. കുട്ടികളെ നിർബന്ധിക്കില്ല എന്നും താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് മാറി നിൽക്കാമെന്നും വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഡാൻസിനെതിരെയുള്ള വിമർശനം അത് ലഹരിയേക്കാൾ വലിയ മാരകമായ വിഷമാണ് എന്ന് കൂടി പറയുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മാത്രമല്ല, സൂംബ ഡാൻസ് ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തുകയാണ്. അത് യൂണിഫോം ഇട്ടാണ് കുട്ടികൾ ഇത് പരിശീലിക്കാൻ പോകുന്നത് എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അങ്ങനെയൊക്കെ മന്ത്രിക്ക് പറയേണ്ടി വന്നത് ഇന്നലെയൊക്കെ നമ്മൾ പലതരത്തിലുള്ള വസ്ത്രമാഭാസകരമാണ്, ഞങ്ങളുടെ ആദർശങ്ങൾക്ക് യോജിച്ചതല്ല, മേനിയഴക് പ്രദർശിപ്പിക്കാനുള്ളത്, ആണും പെണ്ണും ഒന്നിച്ചു തുള്ളണോ, അങ്ങനെ അത്രയും മോശമായ സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിച്ചാണ് പലതരത്തിലുള്ള വിമർശനങ്ങൾ കണ്ടത്. അപ്പോൾ സുംബയാണോ അവർ കണ്ടത്, ഇനി മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള സംശയമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം കേൾക്കാം. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുകയും വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും വളം നൽകുകയും ചെയ്യും. സ്കൂളിൽ നടത്തുന്നത് ലഘു വ്യായാമമാണ്. സ്കൂളിൽ കുട്ടികൾ യൂണിഫോമിലാണ് ചെയ്യുന്നത്. സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയകൾക്ക് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം. രക്ഷിതാവിന് അതിൽ ചോയ്സ് ഇല്ല. കോൺടാക്ട് റൂൾസ് പ്രകാരം വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ അധ്യാപകൻ ബാധ്യത ഉണ്ട്. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉന്നതമായ ജനാധിപത്യ സാംസ്കാരിക നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ചില പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമാണ്. വർഗീയതയ്ക്ക് അനുകൂലമാകുന്ന സമീപനം ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന സമീപനമാണ് സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ, വിവാദങ്ങളിൽ പലരും സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളുടെ ഭാഗമായി ഉണ്ടാകുന്നത് എന്നുൾപ്പെടെയാണ് അല്പം കടത്തി തന്നെ പറയേണ്ടി വരികയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക്. ജിബിൻ ജെ ബി തിരുവനന്തപുരം നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നുണ്ട്. ജിബിൻ, ഇപ്പോൾ ഇങ്ങനൊരു വലിയ വിവാദം നടക്കുമ്പോൾ അതിൽ മതപരമായ, ജാതീയമായ, ആൺപെൺ വ്യത്യാസത്തിൻ്റെതായ അങ്ങനെ പല ഘടകങ്ങളുമൊക്കെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അനാവശ്യമായ ചർച്ചകളിലേക്ക് പോകുമ്പോൾ രക്ഷിതാക്കളെ സംബന്ധിച്ച്, അധ്യാപകരെ സംബന്ധിച്ച് എപ്പോഴും ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും. ഇതെങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ, എങ്ങനെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നു? രതീഷ്, ഈ സംസ്ഥാന സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടം ആയിട്ട് ഈ സ്കൂളുകളിൽ സൂംബ ഡാൻസ് കൊണ്ടുവരുന്നത്. കാരണം ഈ സൂംബ ഡാൻസ് എന്ന് പറയുന്നത് ശാരീരികമായും മാനസികമായും കുട്ടികൾക്ക് നല്ലത് മാത്രമേ വരുത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സൂംബ നൃത്തം കൂടി ഈ വർഷം സ്കൂൾ വിദ്യാലയങ്ങളിലേക്ക് എത്തിച്ചത്. പക്ഷേ ഇതിനൊരു വിവാദമാക്കേണ്ട എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പുമുള്ളത്. കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നവർ ലഹരിയേക്കാൾ വിഷമാണ് ഇത്തരക്കാരുടെ വാക്കുകൾ എന്നുള്ള ഒരു കാര്യമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നെ പറഞ്ഞിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷയത്തിൽ ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് എന്തുകൊണ്ടും സ്കൂൾ കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. കാരണം പല സമയങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നതാണ് ഇപ്പോൾ ഏറ്റവും അധികം കുട്ടികളിൽ ഹോർമോൺ ഇൻബാലൻസ് കാണാറുണ്ട്. അതായത് പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായി പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ കുട്ടികൾ വരുന്നത് കാണാറുണ്ട്, PCOD പ്രശ്നങ്ങൾ. അതുകൊണ്ട് ആശുപത്രിയിൽ എത്തുന്ന ഡോക്ടർമാരുടെ അടുത്ത് കുട്ടികൾ എത്തുമ്പോൾ പോലും അവർ കുട്ടികളോട് പറയുന്ന ഒരു രീതി കൂടിയാണ് ഇപ്പോൾ സൂംബ ഡാൻസ് അത്തരമുള്ള എന്തെങ്കിലും പരിശീലിക്കണമെന്നുള്ളത്. കാരണം ഈ കുട്ടികൾ പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ കുട്ടികളായി കഴിഞ്ഞാൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, സ്കൂളിൽ നിന്ന് വീട്ടിൽ കഴിഞ്ഞാലൊക്കെ അവർ എന്തെങ്കിലും ഒരു കായിക ഇനത്തിൽ ഏർപ്പെടുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു, ആ സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമല്ല. രാവിലെ ട്യൂഷൻ, അത് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞാൽ വീണ്ടും ട്യൂഷൻ. അപ്പോൾ കുട്ടികൾക്ക് ശാരീരികമായി തന്നെ ഒരു ശാരീരികമായിട്ടുള്ള അവർക്ക് എന്തെങ്കിലും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് അവസരങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് പാഠ്യപദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആയിട്ടാണ് കുട്ടികൾ ഇത് നൃത്തം ചെയ്യുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം പലരും ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നത്. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിൽ കൃത്യമായി തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെല്ലാവരും സ്കൂളിൽ ഈ സൂംബ നൃത്തം ചെയ്യുന്നത് സ്കൂൾ യൂണിഫോം ധരിച്ചുകൊണ്ടാണ്. അത്തരത്തിലുള്ള കണ്ണുകൾ കൊണ്ട് ഈ കുട്ടികളെ കാണുന്നവരെ മറ്റൊന്നും പറയാനില്ല എന്ന് തന്നെയാണ് എല്ലാ വിവാദങ്ങൾക്കും കൃത്യമായ മറുപടി ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അല്പവസ്ത്രം, അത് ഏറ്റവും അവസാനത്തെ പീരീഡാണ്, 8ാം പീരീഡിലാണ് അത് ഈ സൂംബ ഡാൻസ് നിലവിൽ ആലോചിക്കുന്നത്. അത് സ്കൂൾ വിടുന്നതിന് തൊട്ട് മുൻപുള്ള പീരീഡാണ്. അതിൽ മാത്രം ആ ഒരു പീരീഡിൽ കളിക്കാൻ വേണ്ടി മാത്രം അല്പവസ്ത്രം വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ സ്കൂൾ കൊടുക്കുമോ? അങ്ങനെ സ്വയം അല്ലെങ്കിൽ സ്വന്തം യുക്തിയിൽ ചിന്തിച്ചാൽ ഉത്തരം കിട്ടുന്ന വിമർശനങ്ങളാണ് ശരിക്കും ഇപ്പോൾ ഈ ചില സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്.